നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോ ഞാന് വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് രഹസ്യം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഇത് കുറേ തവണ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരും ആകർഷണ നിയമത്തെക്കുറിച്ച് അറിയുന്നവരെല്ലാം നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ടൊക്കെ വായിക്കുന്നവർക്കാണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളിലൊക്കെ ലോജിക്കുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെ നമ്മൾ സിനിമകൾ കാണാൻ പോകുമ്പോൾ പലതും ലോജിക്ക് നോക്കിക്കൊണ്ടൊന്നല്ലല്ലോ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൂവികൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ലോജിക്ക് ഉണ്ടോയെന്നൊന്നും നോക്കാറില്ല. അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല എനിക്കിതിനകത്ത് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലെ അക്ഷരം പ്രതി ശരിയായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനകത്ത് പേജ് 130 എത്തിയപ്പോൾ വായിച്ച ആ ഒരു ഹെഡിങ് പറയാം. ചിരിയാണ് ഏറ്റവും ഉത്തമമായ ഔഷധം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ഏറ്റവും ചുരുക്കി ഒന്ന് വായിച്ച് പറയാം കേട്ടോ. അതായത് കാത്തേ ഗുഡ്മാൻ എന്ന് പറയുന്ന അവരുടെ സ്വന്തം അനുഭവകഥ പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അത് പരിശോധനയിൽ കണ്ടെത്തി. അപ്പൊ അദ്ദേഹം പറയാണ്, എൻ്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ ശക്തിയിൽ എൻ്റെ രോഗം ഭേദമായി കഴിഞ്ഞു എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിച്ചു. ഓരോ ദിവസവും ഞാൻ പറയും, എൻ്റെ രോഗം മാറ്റി തന്നതിന് നന്ദി. അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ആ ഒരു വാചകം. അങ്ങനെ എൻ്റെ രോഗം മാറിയിരിക്കുന്നു എന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ചു. എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടേ ഇല്ലാത്ത പോലെ ഞാൻ ഭാവിച്ചു എന്നാണ് പറയുന്നത്. രോഗം ഭേദമാവാനായി ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം നല്ല തമാശയുള്ള സിനിമകൾ കാണുക എന്നുള്ളതായിരുന്നു. ചിരിയോട് ചിരി തന്നെയായിരുന്നു. ജീവിതത്തിൽ അല്പം പോലും മാനസിക പിരിമുറുക്കം അനുഭവിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അവരും അത് തന്നെയാണ് പറയുന്നത്. ടെൻഷൻ, സ്ട്രെസ് എല്ലാം വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു രോഗാവസ്ഥയിലാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും എന്താകും, അഡ്വേഴ്സ് ആയി തീരും അല്ലെ. അത് നെഗറ്റീവായിട്ട് തന്നെയാണ് അവരെ ബാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഇതുപോലെ ചിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി. അവർ പറയുന്നത്, രോഗം കണ്ടെത്തി ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായി മാറി. അതും യാതൊരുവിധ റേഡിയേഷനോ കീമോതെറാപ്പിയോ ചെയ്യാതെ തന്നെ. ഇത് വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, ഇതൊക്കെ എന്തൊരു അതിശയോക്തിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഓദർ ഇതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം എഴുതി ചേർത്തിട്ടുള്ളതാണോ എന്ന്. അല്ല എന്ന് പറയാൻ കാരണം എനിക്ക് ഇവരുടെ കാര്യം കൊണ്ടല്ല, പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എനിക്കതിനെ കോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാലേ, പലപ്പോഴും ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ കാണും, ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ കാണും. എന്തെങ്കിലും ഒരു മൂഡ് ഓഫോ ടെൻഷനോ ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ കൈകളിൽ ഇത് എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആശ്വാസത്തിന് വകയുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നുമല്ലാതിരുന്ന ഒരു ബിഗ് സീറോ എന്ന് വെച്ചാൽ ഇപ്പൊ വലിയ ആളാണെന്നൊന്നും അല്ല പറയുന്നത്, എങ്കിൽ പോലും ജീവിതത്തിൽ ഒരു കരിയറിൽ എത്തിപ്പെട്ടിട്ടില്ലാത്ത, പഠിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തില് ഇവളൊക്കെ എവിടെ എത്താനാ, ഇതിനൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നേ, +2 കഴിയുമ്പോൾ തന്നെ കെട്ടിച്ചുവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഭയങ്കര സമ്മർദ്ദമായിരുന്നു. കാരണം എങ്ങും എത്തുന്ന ഒരു ജീവിത വിജയത്തിന് അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയിലേക്ക് ഒന്നും എത്തിച്ചേരരുത്. പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിക്കുക, കുട്ടികളെ പ്രസവിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നുള്ളതല്ലാതെ ഇവളിപ്പോ പോയി ജോലി നേടിയിട്ട് വരുമാനം കൊണ്ടുവന്നിട്ട് കഴിയേണ്ട ആവശ്യമൊന്നും ഈ കുടുംബത്തിനില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പൂർവികരുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു എൻ്റെ അച്ഛൻ. ആൺകുട്ടികൾ എങ്ങനെ ജീവിക്കണോ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഒരു പടി മുന്നോടിയായിട്ട് പെൺകുട്ടികൾ ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് അച്ഛനെ ബന്ധുക്കളുടെ ഇടയിലും ശത്രുക്കളാക്കി. സ്വാഭാവികമായിട്ടും ആ ശത്രുത എന്നോടും അവർ കാണിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുക, നിരന്തരം കുറ്റപ്പെടുത്തുക, അതുപോലെ തന്നെ കളിയാക്കലുകൾ, എന്ത് ചെയ്താലും അതിനൊക്കെ കളിയാക്കലുകൾ, ഇങ്ങനെയൊക്കെ എൻ്റെ ബന്ധുക്കളിൽ നിന്ന് എനിക്ക് ഏൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പോലും സ്ട്രോങ് ആയിട്ട്, അതായത് അതൊക്കെ കേട്ട് വിഷമിച്ച് തളർന്നിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന്
ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പദവിയിൽ എന്ന് കരുതി ഇപ്പോ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരാളായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നാലാള് കേൾക്കെ എന്താണ് നിങ്ങളുടെ, നമുക്ക് എല്ലാവർക്കും ജോലി ചെയ്യാം, പക്ഷെ എന്താണ് ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ അഭിമാനപൂർവ്വം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ബഹുമാനം തോന്നുന്ന ഒരു ജോലി ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണം എന്നില്ല അങ്ങനെ ഒരു ഭാഗ്യം, അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിലും പറയുമ്പോൾ ഒരു ടീച്ചർ, ഒരു ലെക്ചറർ, ഒരു കോളേജ് അധ്യാപികയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ബഹുമാനത്തോടു കൂടി പറയാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അന്ന് അതിനെയൊക്കെ ഒരു ചിരിയോടുകൂടി തരണം ചെയ്തുകൊണ്ടാണ്. ആ ചിരി എന്ന് പറയുന്നത് അച്ഛൻ ഇതുപോലെ തമാശകൾ പറയുമായിരുന്നു, തമാശ അങ്ങനെ ഓരോ വിട്ടിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമായിരുന്നു. നമുക്ക് മാക്സിമം മോട്ടിവേഷൻ, പ്രചോദനം നൽകുമായിരുന്നു. ആരെന്ത് കളിയാക്കിക്കോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, പറഞ്ഞോട്ടെ, നെവർ മൈൻഡ്. ആ ഒരു കാഴ്ചപ്പാട് അന്നും ഇന്നും എനിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കോവിഡ് വന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒക്കെ കോവിഡ് പോസിറ്റീവായി. അപ്പൊ ഞാനും കുട്ടികളും എന്ന് വെച്ചാൽ വീട്ടിലെ ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നില വീട് എന്നുള്ളതല്ല, പക്ഷെ ബാക്കിലെ സ്റ്റെപ്പിലൂടെ മുകളിലൊരു ഹാള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രാത്രിയിലൊക്കെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ പേടിയുണ്ടായിരുന്ന ഞാൻ ഈ 2 കുട്ടികളെയും കൊണ്ട്, അവര് ചെറിയ ക്ലാസ്സിലാണ്, അവരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആ മുകളിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമില് ചെറിയ ആൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് വന്നു, അവന്റെ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് തൊട്ട് മുമ്പാണ് ന്യൂമോണിയ നാളൊന്ന് ഓക്കെ ആയി വന്നത്. അപ്പൊ കോവിഡ് പോസിറ്റീവും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി ആകെ തളർന്നു, എപ്പോഴും വൊമിറ്റ് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. ഞാനും അവനും മാത്രമായിട്ട് ഹോസ്പിറ്റലിൽ, മൂത്തയാള് തന്നെ വീട്ടില്, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ ഞങ്ങൾ കഴിഞ്ഞു പോയൊരു സാഹചര്യത്തില് പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, ചെറിയ ആളും ഈ അന്ന് നമ്മള് കോവിഡ് ടൈമിൽ സ്ഥിരമായിട്ട് നമ്മൾ ന്യൂസ് കാണുമല്ലോ, വൈകുന്നേരത്തെ ഒരു ന്യൂസ് ഉണ്ടല്ലോ 5 മണിക്ക് വരുന്ന വാർത്താ സമ്മേളനം, അതിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞതിന് ശേഷം മിക്കവാറും കാണിക്കുന്ന ഒരു കാര്യമാണ് കോവിഡ് മരണനിരക്ക്. അപ്പൊ ആ ഒരു ടൈമിൽ അത് കാരണം അവനും ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, ടെൻഷൻ ആയിരുന്നു കുട്ടിക്കും. നമുക്കും ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. അന്ന് ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ എന്ന് പറയുന്നത് വളരെ വീക്കായിരുന്നു മോൻ. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവന് ഈ വോമിറ്റിങ്ങും ഈ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കണു, അവര് ഡെങ്കിപ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അല്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ വന്ന് നമ്മൾ ടെൻഷനായിരിക്കുന്ന സമയത്ത് കൈവിട്ടു പോയി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില സമയങ്ങൾ വരും. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ പോലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാതെ എന്താ, കാരണം ഒന്നും നമുക്ക് പുറമെ മനുഷ്യരെ കാണാനില്ല, ഒന്നുമില്ല, ആകെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ആണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു, അവന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ് ദിലീപിന്റെ CID മൂസ. ഇതിരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഫോണിൽ ഞങ്ങൾ ഇതിരുന്ന് കാണുന്നു. ഇങ്ങനെയുള്ള തമാശ പടങ്ങൾ, പാണ്ടിപ്പട അല്ലെങ്കിൽ CID മൂസ, ഇങ്ങനെയുള്ള ഫിലിംസ് കാണുന്നു, ഇരുന്ന് ചിരിക്കുന്നു. അപ്പോൾ അവനും ഞാനും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചിരിച്ചിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആള് പതുക്കെ ഇതിൽ നിന്ന് മാറി മാറി ഇതൊക്കെ മറന്ന് ഓക്കെ ആയി, കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് പ്രശ്നം പിന്നെ ആ വൊമിറ്റിംഗ് ടെൻഡൻസി ഒന്ന് കുറഞ്ഞു. കുറേശ്ശെ ഫുഡ് അറിയാതെ അതിൽ ഈ സിനിമയൊക്കെ കണ്ട് കഴിക്കാനായിട്ട് തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഡോക്ടർ പോലും പറഞ്ഞു, ഇപ്പോഴാണെന്ന് തോന്നുന്നു മെഡിസിൻ ഇവന്റെ ശരീരത്തിലൊക്കെ ഫലിക്കാൻ തുടങ്ങിയത്, ഇപ്പൊ ആള് കൗണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനിങ്ങനെ വിചാരിക്കരുത്, നമ്മൾ കുറെ ടെൻഷൻ അടിച്ചത് കൊണ്ടോ, നമ്മൾ കുറെ കരഞ്ഞോ വിഷമിച്ചിരുന്നത് കൊണ്ടോ നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും. എന്നാൽ എല്ലാ ചിരിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ ചിരി വന്നിട്ടോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായിട്ടോ തന്നെ ചിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും സാധിച്ചു എന്ന് വരില്ല. അപ്പൊ നമ്മൾ ആക്ട് ആസ് ഈഫ് എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണെന്നുള്ളത് ആക്ട് ചെയ്യുക. ഇപ്പൊ എന്നെ അറിയാവുന്നവർക്കറിയാം, മിക്കപ്പോഴും നല്ല മിക്ക സമയങ്ങളിലും ഞാൻ ഒരു പ്ലസന്റ് ആയിട്ടുള്ള മുഖത്തോടു കൂടി, ടെൻഷനുള്ള ആളാണ് ഞാൻ, ഉള്ള കാര്യം പറയാം, ചെറിയ കാര്യങ്ങളും അത് ടെൻഷൻ ആകാനായിട്ട്. പക്ഷെ എന്നാൽ പോലും ആ നിമിഷങ്ങളിലും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എപ്പോഴും എൻ്റെ കൂടെയുള്ളവരെയാണെങ്കിലും ഞാൻ ഓരോ പൊട്ടത്തരങ്ങൾ വിട്ടിത്തരങ്ങളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനേ നോക്കാറുള്ളൂ. അവരും ചിരിക്കുക, ഒപ്പം ഞാനും ചിരിക്കുക. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തോന്നും, ഇവരെത്ര പക്വതയില്ലാത്ത ഒരു സ്ത്രീയാണ്, ഇവരിപ്പോഴും ഇങ്ങനെ തമാശകളും പൊട്ടത്തരങ്ങളും ഒക്കെ ആണല്ലോ പറയണത്. പക്ഷെ ഞാൻ അതിന്റെ ഒന്നും സീരിയസ്നെസ് ഞാൻ കൊടുക്കാറില്ല. എന്താന്ന് വെച്ചാൽ ആ ഒരു സമയം കൂടെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അവരത് മറക്കുവാണെങ്കിൽ മറക്കട്ടെ, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. വേറെ പൈസ കൊടുത്തൊന്നും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റില്ലെങ്കിൽ കേവലം അവരെ ഒന്ന് ചിരിപ്പിക്കാൻ നോക്കിയാൽ എന്താ, ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും ആ ഒരു ലെവലിൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുട്ടികളുടെ അടുത്തും ആ ഒരു ലെവലിലൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേച്ച് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഒരു അപൂർവ രോഗം ബാധിച്ച ഒരാൾക്ക് പോലും. അപ്പൊ ഞാൻ ഓർക്കെ ഇതേ സുജ ടീച്ചറൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരും ബെഡ് റെസ്റ്റ് ആയിട്ട് ഇനി കിടക്കയിൽ നിന്ന് എഴുന്നേക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിട്ടുള്ളത്. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ തളർന്നിരിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് തളർന്നിരിക്കാം, വിഷമമുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കാം, വീണ്ടും വീണ്ടും വിഷമിക്കാം. 2, നമുക്ക് നടക്കില്ല എങ്കിൽ പോലും, ചിലപ്പോൾ നടക്കില്ലായിരിക്കാം, എന്നാൽ പോലും നടക്കുമെന്ന് കരുതി സ്വപ്നം കണ്ട് വെറുതെ പ്രതീക്ഷിക്കുക, വെറുതെ സന്തോഷിക്കുക. ആ സന്തോഷം നാളെ ഒരു കാലത്ത് അത് റിയലായി തീരാനായിട്ട് കാരണമായി തീരും. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ ദൈവം സഹായിച്ച് എൻ്റെ ഒരു ഗ്രേറ്റ് മാനിഫെസ്റ്റേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഉള്ളില് ഞങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നതിന് ഒരു ചെറിയ ഒരു കാര്യം ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അത് വൈകാതെ തന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അത് വെളിപ്പെടുത്താനായിട്ടും സാധിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊന്നും തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. എല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തനിയെ അതിൻ്റെതായ വഴിയിൽ വന്നുകൊള്ളും. അത്ര മാത്രമേ എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളൂ. അപ്പോൾ വായിച്ചിട്ടില്ലാത്തവര് ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഓതറുടെ പേരും. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു ഇത്. എങ്കിലും ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്